റൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല തൂമഞ്ഞിൻ തൂവലേ പൂത്തഴുകും കാറ്റലേ ചെങ്കിൽ ചേർത്തു. എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് കണ്ണിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവാനും പിന്നെ എല്ലാത്തിനും പൊന്നാങ്കണ്ണി ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. അപ്പോൾ ഇതുണ്ടല്ല, ഇതാണ് പൊന്നാങ്കണ്ണി ചീര. എല്ലാവരും ഇത് വേറെ എന്തോ 2 തരമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഇതപ്പോൾ എവിടെ ആയാലും ഒരു ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാൽ മതി. നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേഗം തന്നെ കാട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾ ഉപ്പേരി വെക്കാനാണ് ഇതിൻ്റെ ഒരു തണ്ട് എടുത്തിട്ട് ഇതിവിടെ അരിയാനായിട്ട് എടുത്തേക്കണതാണ് കേട്ടോ. അവിടെ തണ്ടിടുന്ന അരിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് എങ്ങനെയാണ് തോരൻ വെക്കണേന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. പൊന്നാങ്കണ്ണി ചീര ഞങ്ങൾ നല്ല പോലെ നൈസാക്കി അരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇങ്ങനെ ഒഴിക്കും. മുട്ട ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് മൂടിയിടണം കേട്ടോ. അപ്പോൾ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തിട്ടാ കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ കുത്തി ഉടക്കിയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സവാളയും വെളുത്തുള്ളി എന്താ പറയുക പച്ചമുളകും സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ്. അത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വാടി വരട്ടെ. ഇവിടെ ഇത് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സബോള വാട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സവാള നല്ല പോലെ വാടി വരുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊന്നാങ്കണ്ണി ചീരയും മുട്ടയും കൂടി ഇളക്കി ഇങ്ങനെ കൂട്ടി തിരുമ്പിയത് ഇതിലിട്ടു. ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. കണ്ണിന് ബെസ്റ്റാണ് കേട്ടോ. കണ്ണിന് കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അല്ല വലിയവർക്കാണെങ്കിലും കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. കഞ്ഞിക്കും ചോറിനും ഇതൊക്കെ മതി കേട്ടോ. ഇതൊന്ന് ചെറിയ തീയിൽ മൂടിയിട്ടൊന്ന് വേവിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ മൂടിയിട്ട് ആവിയിൽ വേവിച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്ക്. മുട്ട 2 മുട്ട. 2 മുട്ടയാണ് ഇത് എടുത്തേക്കണത്. അത് നമ്മൾ ചീര എത്രയുണ്ടോ അതനുസരിച്ച് മുട്ട എടുക്കാം. ഇപ്പോൾ ഇവിടെ അത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഉണ്ടാക്കാം. എന്നിട്ടാണ് ഇതിലാണ് നമ്മൾ ചീരയിലിട്ട് തിരുമ്പുന്നത് കേട്ടോ. സവോള വാട്ട എന്നിട്ട് ഇതിലോട്ട് വാരിയിടും. അപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ.
ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒന്നും കൂടി ആവാനുണ്ട്, ഒന്നും കൂടി വെവാനുണ്ട്. ഇത് വെവുള്ള ചീരയാണ് കേട്ടോ, മറ്റുള്ള ചീര പോലെയല്ല, ഒന്ന് വെവുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. വേപ്പില ഇപ്പോൾ ഒരുപാട് നാൾ നിൽക്കാനാണ്, നമുക്ക് ഉപയോഗിക്കാൻ വെക്കാനുള്ളൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വേപ്പില കഴുകിയിട്ട് ഇത് ഉണക്കിയതാണ് കേട്ടോ. ഇങ്ങനെ പേപ്പറിലിട്ടത് ഇങ്ങനെ ഉണക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഈ വേപ്പില ഉണ്ടല്ലോ ഒരു ടിന്നിൽ ആക്കി വെക്കാം. ഇങ്ങനെ ആക്കി വെച്ചാൽ മതി, ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ദിവസം വയ്ക്കുക. അപ്പോൾ പുറത്ത് ഫ്രിഡ്ജിലോ വയ്ക്കാം, അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇതിങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പോൾ ഈ ഗ്യാപ്പ് വന്നോടത്ത് വീണ്ടും മടക്കി വയ്ക്കാം, ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് മടക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ മല്ലിയിലാണെങ്കിലും പുതിന ആയാലും ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ഇടയിൽ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മടക്കി തുറന്നിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല പോലെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പൈസൊന്നും കൊടുത്ത് നമ്മൾ വേപ്പിൻ്റെ ഇല ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു കൊതുക് തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊതുക് തിരി എല്ലായിടത്തും കത്തിക്കും അല്ലേ. അപ്പോൾ രാസവസ്തു നമ്മളിത് അതിൻ്റെ എന്താ പറയുക, ശ്വാസം അത്ര നല്ലതല്ല, ആസ്മ ഒക്കെ വരും. അപ്പോൾ ഇത് നമ്മളെ പെട്രോൾ ജെല്ലിയായ നമ്മളുടെ വാസലിനോ പുൽത്തൈലോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയം ഈട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ മറ്റുള്ളത് ഇത് ശ്വസിക്കാനായിട്ടും നമുക്ക് ഈ വാസലിൻ്റെ സ്മെല്ലോ പുൽത്തൈലം അങ്ങനെയുള്ളതൊക്കെ ശ്വസിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചാൽ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.